നന്ദിനിക്കുട്ടി, നാളെ ഞാനൊന്ന് എറണാകുളം വരെ പോവാ. ഒരു ചെറിയ ജോലി കിട്ടാമെന്ന് വെച്ചിട്ടുണ്ട്. പോയിട്ട് എപ്പോഴാ വരിക? 2-3 ദിവസത്തിനകം വരും. 2-3 ദിവസം നിന്നെ കാണാണ്ട് എങ്ങനെയായിരിക്കുക? ഈ ജോലി തരായാൽ രക്ഷപ്പെട്ടു. പിന്നെ തിരിച്ചു വന്ന് എന്റെ നന്ദിനിക്കുട്ടിയെയും കൊണ്ട് ഉണ്ണിയേട്ടാ, ധൈര്യം സംഭരിച്ചോളൂ കുട്ടി, ഇത് നടക്കും. അങ്ങ് അകലെ പ്രകൃതിയുടെ ഒഴിഞ്ഞ കോണിൽ നമുക്കൊരു കൊച്ചു വീട്, ചുറ്റും വെളുത്ത മന്ദാരപ്പൂക്കൾ മാത്രം. അവിടെ പരാതിയില്ല, പരിഭവമില്ല. ഉഷസ്സിൽ നിന്റെ മുഖം കണ്ട് ഞാൻ ഉണരും. അന്ത്യയാമത്തിൽ ഈ മുഖം കണ്ട് ഞാൻ ഉറങ്ങും. മാളൂര് നിന്നെ നന്ദിനിക്കുട്ടി തമ്പുരാട്ടി എന്ന് വിളിക്കാം, അല്ലെങ്കിൽ എന്നെ ഉണ്ണിനായിരുന്നു. ആരെന്തു വിളിച്ചാലും ഒന്നു തന്നെയാ കുട്ടി. നന്ദിനിക്കുട്ടി എന്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്കൊന്നും ഒരു പ്രശ്നമല്ല. ഗുരുവായൂരപ്പ, ഉണ്ണിയേട്ടന് നല്ലത് വരുത്തണേ. ഭഗവാനെ, ഞാൻ എന്തായി കാണണേ? ഓമണ്ണ നായരെ, കോലോത്തി എന്ന് പറയാൻ മറക്കണ്ട കേട്ടോ. നന്ദികേട് കാണിക്കരുതല്ലോ. എന്താ അച്യുത, നന്ദിനിക്കുട്ടിയുടെ കല്യാണമൊക്കെ ഉറപ്പിച്ചു എന്ന് കേട്ടുല്ലോ. ഇവിടുന്ന് അറിയാതെയോ? ഒന്നും അങ്ങോട്ട് ആയിട്ടില്ല. അച്യുത, ഈ കോലം അല്പം ക്ഷയിച്ചെങ്കിലും ഞങ്ങളുടെ അന്തസ്സിന് ഒട്ടും കോട്ടം തട്ടിയിട്ടില്ല. ഉണ്ടെന്ന് അച്യുതന് തോന്നണുണ്ടോ? പിന്നെ പിന്നെ ഇതൊക്കെ എന്താ എന്താ ഇങ്ങനൊക്കെ? നീയും കൂടി അറിഞ്ഞുകൊണ്ടുള്ള ഈ കളി മനസ്സിലാവുന്നില്ല. നിന്റെ മോളെ ഇങ്ങനെ അഴിഞ്ഞാടാൻ വിട്ടിരിക്കുകയാണെന്ന് അറിഞ്ഞില്ല. തമ്പുരാനെ, കേശവന് ഗജരാജപട്ടം കിട്ടിയപ്പോ കേശവന്റെ ആനക്കാരന് എന്തോ ആകാമെന്നായിരിക്കും. നിന്റെ മോൾക്ക് ഓലോത്തെ തമ്പുരാട്ടിയാണല്ലേ? കുലമഹിമ തകർത്തല്ലോ അച്യുത നിന്റെ മോള്. അതും എന്നോട് തന്നെ വേണമായിരുന്നു. നിനക്കിത് ചെയ്യാമോ അച്യുത? എന്നോട്, അത് ഈ കോലോത്തോട്? ആനക്കാരന്റെ മോളും കോവിലകത്തെ തമ്പുരാനും. നന്ദിനിക്കുട്ടി, നന്ദിനിക്കുട്ടി, ഞാൻ കേട്ടതൊക്കെ ശരിയാണോ? വല്യമ്മാൻ ഓരോന്ന് ചോദിച്ചപ്പോ എന്നെ നാളെ ഇറങ്ങിപ്പോയി. നിനക്ക് തമ്പുരാൻകുട്ടിയെ സംബന്ധിച്ചു
സാരമില്ല കുട്ടി, നമ്മൾ ആരും ദ്രോഹിക്കുന്നില്ലല്ലോ. വരൂ. എന്റെ കേശവനോട് ഞാൻ യാത്ര പറഞ്ഞില്ല. ഇപ്പൊ വേണ്ട, അവൻ കിടന്ന് ബഹളം ഉണ്ടാക്കും. പിന്നീട് ഒരിക്കൽ ഒന്ന് കാണാം. വാ. തമ്പുരാനെ, സംഭവിച്ചു കൂടാത്ത എല്ലാം സംഭവിച്ചു. മനസ്സറിയാതെ പറ്റിയതാണേ. ഓർക്കാപ്പുറത്ത് വന്ന തെറ്റെല്ലാം പിടിച്ചു നിർത്താൻ പറ്റിയില്ല. അളിയന് മാപ്പ് തന്നു ഒന്നും പറയൂ തമ്പുരാനെ. എന്നിട്ട് എങ്ങനെ വേണമെന്ന് വെച്ചാൽ അങ്ങനെ ശിക്ഷിച്ചോളൂ. വേദന ഒന്നിനു പുറകെ ഒന്നായിട്ട് അളിയനെ കൊല്ലാതെ കൊല്ലുകയാണ്. ഇവിടുന്ന് അറിഞ്ഞു കാണുമോ, മാളയിലെ ആനപ്രദർശനത്തിന് പോയ കേശവന് 1ാം സമ്മാനം കിട്ടിയില്ല. കാണരുതാത്തതൊക്കെ കാണുന്നു, കേൾക്കരുതാത്തതൊക്കെ കേൾക്കുന്നു. കണ്ണടയ്ക്കാം, കാതടയ്ക്കാം, കരളടയ്ക്കാൻ പറ്റുമോ അച്ഛൻ? എല്ലാം കൊണ്ടും അച്യുത, നാം തുല്യ ദുഃഖിതരാണ്. തമ്പുരാനെ, അച്യുത, ആ നിങ്ങൾ വന്നോ? ആദ്യമായിട്ട് നീ തോറ്റു അല്ലേ കേശവ? നിനക്കും വിഷമം കാണും. അവനെല്ലാം കൊണ്ടും വിഷമം. മൂത്താശാന്റെ മരണം, നന്ദിനിക്കുട്ടിയുടെ ഇപ്പതാ മാളയിലെ. അത് പോട്ടെ, മോൻ എന്താ ഇവിടെ നിന്നുകളഞ്ഞേ? നന്ദിനിക്കുട്ടി ഇവിടെ ഇല്ലെന്നറിയില്ലേ? ആ പതിവായിട്ടുള്ള ശർക്കരത്തുള്ളിനാണെങ്കിൽ നോക്കാം. എന്റെ കേശവ, നീ ഈ മുറ മാറ്റണം. ഇതൊക്കെ വേണ്ടാത്ത ശീലങ്ങളാ. നെല്ലിക്കോളം ശർക്കര കിട്ടിയാൽ നിനക്ക് വലുതും ആയോ? വേണ്ടേ? വേണ്ട, അവള് വന്നിട്ട് ഇനി തിന്നാ മതി. എല്ലാരും കൂടി നിങ്ങൾ തുടങ്ങിയാൽ നടക്കട്ടെ നടക്കട്ടെ. എന്താ അത് കേശവ? എന്തു പറ്റി? നാരനാരെ, ഇതെന്താ കഥ? കഴിഞ്ഞ കൊല്ലത്തെ ഏകാദശി കൊടുക്കാൻ എന്റെ മോള് ആറ്റ നോറ്റ് വാങ്ങിയതാ. ഇക്കൊല്ലത്തെ ഏകാദശിയും മുറ്റത്തെത്തിയിരിക്കണു എന്റെ മോളെ. എന്താ അത് കേശവ? ഇങ്ങനെ കുട്ടികളെ പോലെ കരയേ? നന്ദിനിക്കുട്ടി നിന്നെ കാണാൻ വരാതിരിക്കൂ. അച്ഛനാർക്കും വേഗം ഭേദാവട്ടോ?
എല്ലാവർക്കും മനോവേദനയാ. നമ്മുടെ കേശവൻ വല്ലാത്ത വിഷമത്തിലാ. ഒരു ശീലായ്മ. ഇതെന്തൊരു ഇരിപ്പാ. ഒന്ന് മെല്ലെ എണീറ്റ് ചായപ്പിടിയിലേക്ക് വരുന്നുണ്ടോ? പഴനാരി പൊക്കോളൂ, എനിക്കൊന്നും വേണ്ട. എന്നാ ഞാൻ പോയി വലിയ വാങ്ങിച്ചോണ്ട് വരാം. എനിക്ക് വയ്യാടോ, എനിക്കൊന്നും വേണമെന്ന് പറഞ്ഞില്ലേ? എന്റെ ഗുരുവായൂരപ്പ, എന്റെ മോക്കും കേശവനും ഒന്നും വരുത്തല്ലേ കൃഷ്ണ. ഭഗവാനെ, പതിവില്ലാത്തതാണല്ലോ. മഴ കോരി ചൊരിഞ്ഞാൽ നന്ദൻകുട്ടിയുടെ വിവരം വല്ലതും ഉണ്ടോ അച്ഛന്മാര്? എന്റെ കേശവൻ എങ്ങനെ? ആദ്യമൊക്കെ ഒരു ചെറിയ വാട്ടം കണ്ടു. അച്ഛന്മാരെ അടുത്തില്ലാത്തോണ്ടാന്ന് വിചാരിച്ചു. പക്ഷെ ആ തങ്കത്തലം അങ്ങോട്ട് തലയെ കയറ്റിപ്പോണ്ടല്ലോ, പതിപോലെ കേശവന്റെ ആ തലപ്പൊക്കെ ഒന്ന് കാണേണ്ടതായിരുന്നു. ഒരൊന്നര അടി അങ്ങോട്ട് പൊങ്ങി. ഗുരുവായൂരപ്പ, എന്റെ മോൻ അങ്ങനെയാ. നടയിൽ വെച്ചാണ് അറിഞ്ഞത് അച്ഛന്മാർ സുഖമില്ലാണ്ട് കിടപ്പാണ്. അതെ, തണുത്ത കാറ്റുണ്ട്, അകത്ത് പോയി കിടക്കാല്ലേ? ശരിയാ. വിളക്കിയാണ് തോള. കൃഷ്ണ, കേശവാ, നിനക്ക് വയ്യേ? ഗുരുവായൂരപ്പ, എന്റെ മോൻ എന്ത് പറ്റി? എനിക്ക് എന്ത് പറ്റി മോനെ? നരന്താരെ, ഒന്ന് ഇവിടെ നിൽക്കൂ. ഞാനൊന്ന് അച്ഛനാർക്ക് വിവരം കൊടുത്തിട്ട് പോ. എല്ലാം തികഞ്ഞു. എന്തൊരു പനിയാ പനിക്കണേ. എന്റെ കേശവൻ ഒന്നുമില്ല. ഒന്നുമില്ലേ? എഴുന്നള്ളത്ത് കഴിഞ്ഞില്ലല്ലോ. ഒരു താഴ്ന്നങ്ങോട്ട് പോന്നേ. എഴുന്നള്ളിച്ചില്ല, കിടന്ന് ഇറക്കേണ്ടി പോലൊത്തും പറമ്പിലേക്കൂ. എന്റെ പൊന്നു മോന് വയ്യേ. ഇവിടെ കിടന്നോളോ, ഞങ്ങളൊക്കെ ഇല്ലേ? നിങ്ങളൊക്കെയോ? നിങ്ങളൊക്കെ ഉണ്ടെന്നോ? നിങ്ങൾക്ക് ആരാ? എന്റെ കേശവനെ ഞാൻ കാണാതിരിക്കേ. ഇവിടെ കിടക്കുണ്ടോ? എന്റെ ഗുരുവായൂരപ്പാ, എന്റെ പൊന്നു മോൻ എന്ത് പറ്റി? എന്നെ കാണാഞ്ഞിട്ടാണോ? ഒന്ന് നിൽക്കൂ, ഒന്ന് നിൽക്കൂ. ഓടല്ലേ?
എന്റെ മോനെ കേശവ, നാളെ ഇവന് വടക്കോട്ട് അഭിമുഖമാക്കി കളയ്ക്കും. അവൻ ഗുരുവായൂരപ്പന്റെ കോവിലം കണ്ടോണ്ട് നിൽക്കട്ടെ. പ്രഭാരം ഇത് കളയിച്ചോ? മണ്ണൂട്ടിൽ നിന്ന് ഡോക്ടർ ജോർജും പിന്നെ ചാവക്കാട്ട് നിന്ന് അബ്ദുൽ ഖാദറും ഉടനെ ഇവിടെ എത്തും. ഒരു കൂട്ടം വെള്ളം എടുത്ത് ഇവന് മുന്നോട്ട് കൊണ്ടുവയ്ക്കൂ. എടവപ്പാതിക്ക് ദാഹം തീർക്കുന്നവനല്ലേ ഇവൻ. ഭഗവാനെ ഗുരുവായൂരപ്പ, എന്റെ ജീവൻ എടുത്തെങ്കിലും എന്റെ കേശവനെ രക്ഷിക്കണേ ഗുരുവായൂരപ്പ. എന്താ അച്ഛ? കേശവന്റെ സ്ഥിതിയെ പറ്റി ഒന്നും അറിഞ്ഞില്ലല്ലോ. നിനക്കൊന്ന് പോയി വരാമായിരുന്നില്ല? ഇവിടെ ഇപ്പോ അച്ഛന്റെ അരികിൽ ഞാൻ വേണ്ടേ? ഓമുണ്ണി വന്നിരുന്നെങ്കിൽ വിവരം അറിയാമായിരുന്നു. അച്ഛൻ എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല, ഉണ്ണിയെ പറ്റി വിചാരിക്കുകയായിരുന്നു. നന്ദിനി കുട്ടിയെ സംബന്ധം ചെയ്ത് ഉണ്ണിക്ക് ഇവിടെ തന്നെ കഴിയാമായിരുന്നു. നേരത്തോട് നേരായി ഡോക്ടർ സാറേ. എന്റെ കേശവൻ. നിങ്ങൾ അതും ഇതും പറഞ്ഞ് ആനയെ വരട്ടരുത്, നാട്ടുകാരെ പരിഭ്രാന്തരാക്കരുത്. ആ വൈദ്യുതി ഡോക്ടർ വല്ലതും തീർത്ത് പറഞ്ഞാവോ? ഇല്ലല്ലോ, തീർത്തും ഒന്നും പറഞ്ഞില്ലേ. കണ്ടോ എന്റെ മോൻ ഗുരുവായൂരപ്പനെ നോക്കി വന്നിക്കുന്നത്? നവമി കഴിഞ്ഞു, ഇന്ന് ദശമി, നാളെ ഗുരുവായൂർ ഏകാശിയാ. എന്റെ മോൻ ഒരിച്ചു വെള്ളം കുടിക്കുകയോ ഉമിനീരിറക്കുകയോ ചെയ്തിട്ടില്ല. വരൂ അച്ഛനാരെ, ഇങ്ങനെ സങ്കടപ്പെട്ടാലും നമുക്ക് അങ്ങോട്ട് മാറിയിരിക്കാം. നാളെ ഗുരുവായൂർ ഏകാശിക്ക് എഴുന്നള്ളിപ്പിന് ഇവൻ മതിൽക്കകത്തുണ്ടാവും. നോക്കിക്കോളൂ, അവന്റെ സൂക്കേടെല്ലാം ഭേദമാവും. അവിടെ ഇരിക്കും. ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കാൻ വന്നതാണ്. എനിക്ക് എനിക്ക് തടിടത്തല്ല വലുത്, നീയാണ്. അവിടെ വെക്കടോ. എന്റെ അച്ഛനാരെ ഇങ്ങനെ കുത്തിയിരുന്നാലോ? വീട്ടിൽ പോയി കിടത്ത് ഉറങ്ങിക്കൂടെ? തപസ്സിലെന്ന പോലെ ഈ നില കണ്ടിട്ട് എങ്ങനെയാ വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങുക? അവൻ ഭജിക്കുകയാണ്. അല്ല, കേശവൻ ഇനിയും വെള്ളം കുടിച്ചില്ലേ? ഇനി നിന്റെ വ്രതവും ഉപവാസവും ഒക്കെ നിർത്തിയിട്ട് ഒരിറ്റ് വെള്ളം കുടിക്കണ്ട മോനെ. അപ്പൊ ശുദ്ധി വരുത്തിയാണേ, എഴുന്നേൽക്ക് മുമ്പുള്ള പതിവാണ്. ഒരിറ്റ് വെള്ളം കൂടെ കുടിയല്ല മോനെ. നീ വെള്ളം കുടിച്ചില്ലെങ്കിൽ അച്ചു നിന്റെ മുമ്പ് തല തലത്തിൽ ചാവും. എന്റെ മോനനുസരിക്കും. ഗുരുവായൂരപ്പന്റെ കളഭം. ഗുരുവായൂരപ്പ
ഭൈരപ്പാ